ഞങ്ങളുടെ ഇന്ത്യ അലയൻസ് മീറ്റിങ്ങിൽ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് TR ബാലുവാണ് ചോദിച്ചത്, എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്? ഇതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഒരാളല്ല, DMKയുടെ ആളാണ്. സമന്വിതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചു, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കലണ്ടർ, വർഷകാല സമ്മേളനത്തിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ചു. എനിക്കറിയാവുന്ന പോലെ ഒരു 3.5-4 പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികൾ തന്നെയാണ്. തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയത്. അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 21-ാം തീയതി 22-ാം തീയതിയാണ് നേരത്തെ അവസാനിക്കുന്നത്. നോക്കുക, ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്ന ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിയമങ്ങളോ ബില്ലുകളോ വരുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കുമോ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തോട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക, ഡിവിഷൻ ആവശ്യപ്പെട്ടെന്ന് വിചാരിക്കുക. ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ല. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എല്ലാവർക്കും അറിയാം. ആകസ്മികമായിട്ട് തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കുന്ന മജീഷ്യനെ പോലെയാണ് പല നിയമനിർമ്മാണങ്ങളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ആ പാർട്ടിയുടെ സമന്വിതനായ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ. അതായത് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയില്ലാതെ ആകസ്മികമായിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ അവർക്കല്ലേ? അവർക്കറിയില്ലേ ഇതുപോലെ കുടിലതന്ത്രങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് അറിയില്ലേ?